നമ്മളിപ്പോഴേ എന്താ പറ്റി അവരങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു, ആ പിള്ളേരെല്ലാം അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു, എന്നാന്നറിയത്തില്ല. ആരെങ്കിലും, ഞാൻ ഭൗതികം തന്നെയല്ല പറയുന്നത് കേട്ടോ, നിങ്ങളങ്ങനെ ചിന്തിക്കല്ലേ, ഭൗതികം മാത്രമല്ല, ഞാൻ ആത്മയോട് ചേർത്താ പറയുന്നു. ആരെങ്കിലും അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ രഹസ്യത്തിൽ ചെയ്ത ചിലരുണ്ട്, രഹസ്യത്തിൽ വിതച്ച ചിലരുണ്ട്. അവരന്ന് ബഹുമാനം പ്രമാണിച്ച് അതിനുവേണ്ടി ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ സർവശക്തനായ ദൈവം തലമുറകൾ കഴിഞ്ഞാലും ബൈബിൾ അറിയുന്നു, ദൈവത്തെ മാനിച്ചാൽ 1000 തലമുറ വരെ ദയ കാണിക്കുമെന്ന്. നിന്റെ വലിയ വല്യപ്പൂപ്പൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, രഹസ്യത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു പങ്ക് നിനക്കൂടെ ദൈവം വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നിന്റെ തലമുറയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ദൈവത്തെ നീ മാനിക്കുന്നതാണ്. രഹസ്യത്തിൽ പ്രാർത്ഥിച്ചാൽ രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് എന്ത് തരും? പ്രതിഫലം തരും. ഉറക്കെന്ന് പറഞ്ഞ് പ്രതിഫലം തരും. അപ്പൊ പ്രാർത്ഥന രഹസ്യത്തിലാണെങ്കിൽ അതിന്റെ മറുപടിയും രഹസ്യത്തിലായിരിക്കും. പക്ഷെ രഹസ്യത്തിൽ വരുന്ന മറുപടി നാട്ടുകാർ കാണുക ഒരു പരസ്യമായി കണ്ടിരിക്കും. നീ കാണിക്കാൻ പോകണ്ട, ദൈവം അത് കാണിച്ചിരിക്കും.